നമസ്കാരം. കഴിഞ്ഞ വർഷം നവംബർ 7 ബഹിരാകാശത്ത് ദൃശ്യമായ നിഗൂഢവും ശക്തവും ഒരു എക്സ്റേ പ്രവാഹത്തിന് പിന്നിലെ ശാസ്ത്രീയ രഹസ്യം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം ചുരുളഴിച്ചിരിക്കുകയാണ്. ഫാസ്റ്റ് എക്സ്റേ ട്രാൻസിയൻറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആവർത്തിക്കാത്ത തരത്തിലുള്ള ഈ സവിശേഷ എക്സ്റേ പ്രതിഭാസത്തിൻ്റെ ഉത്ഭവം ഒരു ഭീമൻ നക്ഷത്രത്തിൻ്റെ തകർച്ചയോ അല്ലെങ്കിൽ രണ്ട് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ലയനമോ കാരണമാകാം എന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോമാരായ ദീപക് ഈപ്പച്ചൻ, അരവിന്ദ് ബാലസുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ സുപ്രധാനമായ കണ്ടെത്തൽ നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപ് മാത്രം ജ്യോതിശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞ FXTകൾ പ്രപഞ്ചത്തിലെ അതീവ അക്രമാസക്തമായ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ എക്സ്റേ വിസ്ഫോടനങ്ങൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നതിനാൽ ഇതേക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് ശാസ്ത്രലോകത്തിന് വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു. 2024 നവംബർ 7 ചൈനയുടെ ഐൻസ്റ്റീൻ പ്രോബ് ബഹിരാകാശ ദൗത്യമാണ് EP2411007A എന്ന് പേരിട്ടിരിക്കുന്ന ഈ FXT പ്രതിഭാസത്തെ ആദ്യമായി കണ്ടെത്തിയത്. തുടർന്ന് ഇന്ത്യൻ ഗവേഷകർ വിവിധ തരംഗദൈർഘ്യങ്ങളുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ വലിയ നിരീക്ഷണത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം വ്യക്തമാക്കുന്ന റേഡിയോ ഒപ്റ്റിക്കൽ തെളിവുകൾ കണ്ടെത്തിയത്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള കാർൽ ജി ജാൻസ്കി വെരി ലാർജ് അറേ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ എക്സ്റേ പ്രവാഹത്തിൻ്റെ റേഡിയോ കൗണ്ട് പോർട്ട് ഗവേഷകർ കണ്ടെത്തുന്നത്. കൂടാതെ ഇന്ത്യയിലെ പ്രശസ്തമായ നിരീക്ഷണ കേന്ദ്രങ്ങളും ഈ ദൗത്യത്തിൽ നിർണായക പങ്കാളികളായി മാറി. ലഡാക്കിലെ ഹാൻലയിലുള്ള ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലെ ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ്, ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് എന്നിവ ശുദ്ധമായ ആകാശ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ദൃശ്യപ്രകാശത്തിലൂടെ ഈ പ്രതിഭാസത്തെ നിരീക്ഷിച്ചു. നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ് പ്രവർത്തിപ്പിക്കുന്ന പൂനെയിലെ അപ്ഗ്രേഡഡ് ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലസ്കോപ്പും തുടർ നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചു. ഹവായിലെ 10 മീറ്റർ കെക്ക് ഒബ്സർവേറ്ററി, ചിലിയിലെ സദേൺ ആസ്ട്രോഫിസിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് എന്നിവയും ഈ ആഗോള പഠനത്തിൻ്റെ ഭാഗമായി മാറി. ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത ശാസ്ത്രജ്ഞർ EP2411007A എന്നത് ഒരു ഗാമ റേ ബേസ്റ്റിന് സമാനമായ വലിയൊരു സ്ഫോടനത്തിൻ്റെ ഫലമാണ് സ്ഥിരീകരിച്ചു. ഗാമാരശ്മികൾ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഗാമ റേ ബേസ്റ്റുമായി വ്യക്തമായ ബന്ധമുള്ള ഇത്തരം അപൂർവ പ്രതിഭാസങ്ങളെ ഓർഫൺ ആഫ്റ്റർ ഗ്ലോ എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ആകാശഗംഗയിലെ മുഴുവൻ നക്ഷത്രങ്ങളും മാസങ്ങളോളം പുറപ്പെടുവിക്കുന്ന ആകെക്കുറിച്ചതിന് തുല്യമായ പ്രഭാവമാണ് ഈ പ്രതിഭാസത്തിലൂടെ പ്രപഞ്ചത്തിൽ ഉണ്ടായതെന്ന് ഗവേഷകർ കണക്കാക്കുന്നു. പ്രശസ്ത ശാസ്ത്ര മാസികയെ പ്രതിമാസ നോട്ടീസസ് ഓഫ് ദി റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. IIAയിലെ GC അനുപമ, DK സാഹു, സുധാൻഷു ബർവെ, IIT ബോംബെയിലെ വിശ്വജിത് സെയിൻ, V ഭലേവ് റാവു, തനിഷ്ക് മോഹൻ, G വാരത്കർ എന്നിവർക്കൊപ്പം കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹാർവർഡ് തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ ഗവേഷകരും ഈ അപൂർവ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.